ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്താണ് ആ സംഭവവികാസങ്ങൾ എല്ലാം അതിൻ്റെ ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സിനിമാ മേഖലയിൽ ഭൂകമ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുക ഇനിയാണ് വരാൻ പോകുന്നത്. മാധ്യമങ്ങളെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ തടയണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു സർക്കാർ. അതെന്തിനാണെന്ന് പറയുന്നത്, മാധ്യമങ്ങളെ ഗാഗ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് മാധ്യമങ്ങൾ അത്രയും ഡാമേജ് ഉണ്ടാക്കി സർക്കാരിന് ഇക്കാര്യത്തിലെന്നാണ് സർക്കാർ പറയാതെ പറയുന്നത്. അത് കുഴപ്പമില്ല, അവർ റിപ്പോർട്ട് ചെയ്തോട്ടെ, പക്ഷെ മാധ്യമ വിചാരണ വേണ്ട എന്ന് മാത്രമേ കോടതി പറഞ്ഞുള്ളൂ. റിപ്പോർട്ട് കാരണം മാധ്യമങ്ങളെ വാടിപ്പിക്കാൻ കോടതി ശ്രമിച്ചിട്ടില്ല, സർക്കാർ എന്തിനാണ് ശ്രമിക്കുന്നത് കൂടി ആലോചിച്ച് നോക്കുക. ഈ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് എന്തിനാണ് എന്ന് വാക്കാൽ ചോദിച്ചിരിക്കുന്നു കോടതി. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷണ സംഘം ഉണ്ടാക്കി 4 വർഷം കഴിഞ്ഞിട്ട് അല്ലേ എന്നാണ് കോടതി തിരിച്ചു വെച്ചത്. അത് പൂഴ്ത്തിവെച്ചത് ഗുരുതരമായ അപരാധമായി തന്നെ കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണ സംഘം ഇതിന്മേലല്ല അല്ല, ഈ അന്വേഷണ സംഘം ഇത് അന്വേഷിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് കോടതി കൂടുതൽ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അത് പൂഴ്ത്തി വെക്കുന്നതെന്ന് ചോദിക്കുന്നത്. മാത്രമല്ല, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില്ല. ഇത് ആരുടെ കയ്യിലുണ്ടായിരുന്നു? സർക്കാരിൻ്റെ കയ്യിൽ. ആരാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്? അതും സർക്കാർ. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കിട്ടാൻ എന്ത് ചെയ്യണം? ആരെങ്കിലും കോടതി പോയി കോടതി നിർദ്ദേശിച്ചാലേ സർക്കാർ ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അതിന്മേലുള്ള നിലപാടാണ് കുറെ കൂടി എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം, മാധ്യമങ്ങൾക്ക് കൈമാറണമെന്ന്, അല്ലെങ്കിൽ വിവരാവകാശ അപേക്ഷകർ കൈമാറണമെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന്? ഇത് കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തുവിടരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആളുകളെങ്ങനെ ഫൂളാക്കി കളയാണ്. ഈ സാധാരണ വാർത്തയെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഫൂളാക്കി കളയുന്നൊരു ന്യായീകരണമാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിലേറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരായ അക്രമം എന്നല്ല, ഏത് തരത്തിലുള്ള എന്താണ് പറയുക, ഒരു ഒഫൻസ് നടന്നു എന്ന് പോലീസിന് വിവരം കിട്ടുകയാണെങ്കിൽ സർക്കാരിന് വിവരം കിട്ടുകയാണ്, പ്രത്യേകിച്ചും പോക്സോ പോലുള്ള കേസുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ഇങ്ങനെ സംഭവം നടന്നു എന്ന് വിവരം കിട്ടിയാൽ ആ നടന്നോ എന്നെങ്കിലും അന്വേഷിക്കണമല്ലോ. നടന്നിട്ടുണ്ടോ? അതൊന്നും വായിക്കാത്തൊരു സാംസ്കാരിക മന്ത്രിയായി പോയി. അല്ല, സർക്കാർ പോട്ടെ, ഇപ്പോൾ ഈ ഓഫീസിൽ ഒരു ഒഫൻസ് നടന്നു എന്ന് ദാവൂദ് സാഹിബ് ഇവിടുത്തെ മാനേജിംഗ് എഡിറ്ററാണ്, ഒരു ഒഫൻസ് നടന്നു, അത് ആരെങ്കിലും പരാതി തരട്ടെ എന്ന് പറഞ്ഞിട്ട് ദാവൂദ് സാഹിബ് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു സ്ഥാപനം, ഒരു കടയിൽ ഒരു ഒഫൻസ് നടന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു ഒഫൻസ് നടന്നു, അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഒരു ഗോസിപ്പാണെങ്കിൽ പോലും അത് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് ആ സ്ഥാപന മേധാവികൾ. അവിടെയാണ് ഭരണഘടനയോട് സത്യപ്രതിജ്ഞ ചെയ്തൊരു സർക്കാർ, ഈ പറയുന്ന ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള സർക്കാർ, ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന വിവരം അവരുടെ കയ്യിൽ ഔദ്യോഗികമായി കിട്ടിയിട്ട് ഞങ്ങളത് വായിച്ചിട്ടില്ല എന്ന് കള്ളം പറയുന്നത്, പച്ചക്കള്ളം പറയുന്നത്. കാരണം അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി എ കെ ബാലൻ തന്നെ നിയമസഭയിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട മറുപടിയുണ്ട് അദ്ദേഹത്തിൻ്റെ. ഞങ്ങളത് വായിച്ചു, അതിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകളിന്മേൽ നടപടികൾ ആരംഭിക്കും എന്ന് 2021 എം കെ മുനീറിന് മറുപടി കൊടുത്തു എ കെ ബാലൻ. ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി സർക്കാർ അത് വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, എ കെ ബാലൻ വായിച്ചിട്ടില്ല എന്നല്ല, പിണറായി വിജയൻ വായിച്ചിട്ടില്ല എന്നല്ല, സർക്കാർ അത് വായിച്ചിട്ടില്ല. സർക്കാർ എങ്ങനെ വായിക്കുക? അപ്പോൾ കള്ളം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചേക്കാനുള്ള ശ്രമമായിരുന്നുണ്ടായിരുന്നത്. കോടതി ഇന്ന് അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അത് പഠിച്ച് അതിൽ FIR ഇടാൻ പറ്റുമോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ FIR ഇടാൻ പറ്റില്ലെങ്കിൽ അതിന് തക്കതായ കാരണം കോടതിയെ ഒക്ടോബറിൽ ബോധിപ്പിക്കണം. ഇനി ആ കേസെടുക്കുമ്പോൾ ബോധിപ്പിക്കണം. അതിനർത്ഥം അതിൽ കേസെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് അന്വേഷണ സംഘത്തിൻ്റെ ഇനി ഈ ഒരു മാസത്തിലുള്ള എന്താണ് അവരുടെ നടപടി എന്ന് നോക്കിയിട്ടായിരിക്കും അതിൻ്റെ കൂടുതൽ പ്രത്യാഘാതം വരുന്നത്. ആ പ്രത്യാഘാതം വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും സീരിയസ് ഒഫൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നിരവധി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കോടതി അന്വേഷണ സംഘം കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കാരണക്കാരായ WCC അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് പരാതിയായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് അവർക്ക് കേസെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മുമ്പ് കണ്ടത്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്താണ് ആ സംഭവവികാസങ്ങൾ എല്ലാം അതിൻ്റെ ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സിനിമാ മേഖലയിൽ ഭൂകമ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുക ഇനിയാണ് വരാൻ പോകുന്നത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘം പഠിച്ച് അതിൽ കേസെടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ കോടതി അറിയിക്കേണ്ടി വരും. കോടതി വീണ്ടും അത് ചോദ്യം ചെയ്യും. അതിനിടയിൽ ഉണ്ടാവാനുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതിയായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നാൽ അവർക്ക് അത് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയ സിനിമാ മേഖലയിൽ ആരംഭിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ അതിനുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാരവാൻ ഏർപ്പാടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ കമ്മിറ്റി ഇതിനെ പറ്റിയുള്ള വിവരാന്വേഷണത്തിനിടയിൽ തന്നെ അവരിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറാത്തത് എവിടെയാണ്? മാറാത്തത് ഈ പറയുന്ന പവർ ഗ്രൂപ്പുകൾ, ഈ പറയുന്ന താപ്പാനകൾ, ഇരപിടിയന്മാരായ കുറേ ആളുകൾ, അവരായിരുന്നു മാറാത്തത്. അവരതിനുശേഷവും ഇത്തരം നടപടികൾ തുടർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇരപിടിയന്മാർ സിനിമാ താരങ്ങൾ എന്ന് വെച്ചാൽ നടന്മാർ മാത്രമല്ല, അതിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അവരൊന്നും മാറിയിട്ടില്ല.
അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടെ മാറ്റാവുന്ന രീതിയിൽ സിനിമയുടെ ഒരു ഘടന, ഈ മലയാള സിനിമയുടെ ഘടനാപരമായി തന്നെ ചില കാര്യങ്ങൾ മാറാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇത് വഴിവയ്ക്കും. മാറാതെ എവിടെ പോകാൻ, മാറിയേ മതിയാകും.